എൻ്റെ അനുജൻ്റെ പൗത്രനാം ബോബിമോന് അബുദാബിയിൽ ജോലിയല്ലോ. സുന്ദരി പെണ്ണുമായി പയ്യൻ വിരുന്നിന്നു വന്നിരിക്കുന്നെൻ്റെ വീട്ടിൽ. ഊണും കഴിഞ്ഞ് വൈകിട്ട് കടപ്പുറം കാണുവാൻ ഞങ്ങൾ തിരിച്ചു. പോകേണ്ടതാം വഴി ചൊല്ലിക്കൊടുക്കുവാൻ ജാഗരൂകൻ ഞാൻ പറഞ്ഞാൻ. നേരെ നാം കാണുന്ന ബാറ് കഴിഞ്ഞുടൻ കാറ് വലത്തോട്ടു പോണം. വലതൊന്നു ചൊല്ലിയാൽ ലെഫ്റ്റാണോ റൈറ്റാണോ മലയാളപുത്രൻ്റെ ചോദ്യം. വലതൊന്നു ചൊല്ലിയാൽ സൗത്തല്ലേ വധുവിൻ്റെ മലയാള വിജ്ഞാനകോശം. തെക്കും വടക്കും തിരിയാത്തോരിവരുടെ മക്കൾ തൻ കാര്യമെന്താ. തെക്കും വടക്കും തിരിയാത്തോരിവരുടെ മക്കൾ തൻ കാര്യം എന്താ. എൻ്റെ ഇടവകപ്പള്ളിയാണിത്. എൻ്റെ പിതാവ് ഈ പള്ളിയിലെ പുരോഹിതനായിരുന്നു. അതുപോലെ എൻ്റെ ഒരു ജ്യേഷ്ഠനും ഈ പള്ളിയിലെ വികാരിയായിരുന്നു. ഇങ്ങനെ ഈ പള്ളിയുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ പള്ളി. ഇവിടെ മകരം 15-ാം തീയതി ആണ് അന്ന് വലിയ പെരുന്നാൾ, ഭയങ്കര പെരുന്നാൾ. ഈ പ്രദേശത്തുള്ള പള്ളികളിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ വലിയ വെടിക്കെട്ടൊക്കെ ഉള്ളത് ഈ പള്ളിയിലാണ്. അങ്ങനെ ആ വെടിക്കെട്ടൊക്കെ ഭയങ്കര ആൾക്കൂട്ടം കൂടും. ഇപ്പോൾ ആ പെരുന്നാളിലൊക്കെ വൈകുന്നേരം പിറവത്ത് പഠിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടല്ലോ 4 മണിയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ബാൻഡും മേളമൊക്കെ തുടങ്ങും. അതൊക്കെ കേട്ടോ ഓടി വരികയാണ്. വന്ന് ഈ പള്ളിയിലേക്ക് വന്ന് ആ പെരുന്നാൾ കഴിയുന്നവരെ കഴിച്ച് ആഹ്ലാദകരമായിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ വാസ്തവത്തിലെ ദേഹം കോരിത്തെരിക്കുന്ന രീതിയിലുള്ള വികാരങ്ങളാണ്. മണ്ണക്കുന്നേൽ പള്ളിയിലെ ഇപ്പോഴത്തെ വികാരി ഫാദർ ജോൺ അളിയച്ചിറയാണ് എന്നോടൊപ്പം ഉള്ളത്. ചെമ്മനത്തേൽ യോഹന്നാൻ യാനാകത്തനാളിലെ മകനായിട്ട് ജനിച്ച് ആ പൗരോഹിത്യത്തിൻ്റെ നൽവരത്തിൽ കൂടി തന്നെ ഇദ്ദേഹത്തിന് പ്രശോഭിക്കുവാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. എൻ്റെ സാഹിത്യഗുരു ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അത് മുളക്കുളം ഗ്രാമീണ വായനശാല ആയിരുന്നു. അത് പെരുവയിലാണ്, 2-3 കിലോമീറ്റർക്ക് ദൂരെയാണ്. അപ്പോൾ ആ ഗ്രാമീണ വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിച്ചാണ് ഈ സാഹിത്യ ലോകത്തെക്കുറിച്ച് എനിക്കൊരു വിവരമുണ്ടായത്. അപ്പോൾ ഞാനിവിടെ നിന്ന് തിരുവനന്തപുരത്തിന് പോയി ഒരുപാട് പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വന്നത്. എനിക്ക് എൻ്റെ നാടിന് വേണ്ടിയിട്ട് എന്നാ ചെയ്യാൻ ഒക്കുന്നത് എന്നാലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ കുടുംബ ബന്ധുവായിട്ടുള്ള ഒരു സുനിൽ രാജുണ്ട്. സുനിൽ രാജ് പഞ്ചായത്ത് മെമ്പറായപ്പോൾ സുനിൽ രാജിനോട് ഞാൻ പറഞ്ഞു, സുനിൽ രാജേ, ഞാനൊരു 10,000 പുസ്തകം തരാം, അത് ഒരു ലൈബ്രറി ആക്കാനായിട്ട് പഞ്ചായത്തിൽ സ്വാധീനം ചെലുത്തി എന്തെങ്കിലും നടപടി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. അതിന് ഫലമുണ്ടായി. അങ്ങനെ സുനിൽ രാജ് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നേ ഉള്ളൂ. ഏതായാലും സുനിൽ രാജ് പഞ്ചായത്തിൽ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു സ്മാരക EMS സ്മാരക അന്ന് EMS മരിച്ച അവസരം, അതുകൊണ്ട് EMS സ്മാരക വായനശാല എന്ന് പേരുമിട്ട് ഞങ്ങൾ ഈ ലൈബ്രറി തുടങ്ങുക ചെയ്തു. അപ്പോൾ എൻ്റെ 1500 പുസ്തകം ഞാൻ ഇവിടെ സംഭാവനയായിട്ട് ഈ വായനശാലയ്ക്ക് കൊടുത്തു. 1500 പുസ്തകം, നല്ല പുസ്തകങ്ങളാണ് പലതും. പരുമല തിരുമേനിയുടെ പേരിലുള്ള ഒരു കുരിശുപള്ളിയാണിത്. ഇത് മണ്ണക്കുന്നേൽ പള്ളിയുടെ കുരിശുപള്ളിയാകുന്നു. ഈ കുരിശുപള്ളി എൻ്റെ ജ്യേഷ്ഠനൊരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം നൽകിയ സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ പിതൃ സഹോദര സന്താനങ്ങളാണ്. മാത്തൻകുഞ്ഞ്
ഇത് മാത്തൻകുഞ്ഞ്, ഇത് കുര്യാച്ചൻ. കുര്യാച്ചൻ്റെ മകനാണ് സുഭാഷ്. അവർ ഇവിടേക്ക് അടുത്ത് താമസിക്കുന്ന ഈ പള്ളിയുടെ സംരക്ഷണമൊക്കെ തന്നെ അവർ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. പറയൂ സ്വരാക്ഷരത്തിൽ തുടങ്ങുന്നോരഞ്ചു പദങ്ങളച്ഛ, നാളെ എഴുതിക്കൊടുക്കാൻ ഞാൻ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തിടും സാറ്, അല്ലെങ്കിൽ സഞ്ചിയും തൂക്കിപ്പോരാമെനിക്കു ചെല്ലുമ്പോഴേ. കേവല രാഷ്ട്രീയത്തിൻ ബാവയായി വിദ്യാലയ ജീവിതം ഹോമിച്ചോരു ഞാൻ കുറ്റബോധത്തോടും ചൊല്ലിനേൻ അറിവുകേടിൻ്റെ കൂരിരുൾ തത്തിത്തല്ലും എൻ ഹൃദയത്തിലുയർന്ന നാണത്തോടും. എന്തു ചോദിച്ചു മോനെ, സ്വരത്തിൽ തുടങ്ങുന്നോരഞ്ചു വാക്കുകളോ ചൊൽക, എന്താണീ സ്വരാക്ഷരം? അറിയില്ലയ്യയ്യേ സ്വരങ്ങളായി ഈ തിരുമണ്ടരാണച്ഛൻ വ്യഞ്ജനം ഗാഖ ഗാഖ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്ത രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം അല്ലേ? ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഞാനിന്ന് സാഹിത്യലോകത്ത് ഒരു നക്ഷത്രമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്ഭവം വാസ്തവത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഈ ഇടനാഴിയിൽ കൂടെയാകുന്നു. ഇവിടെയാണ് ഞാൻ ലോകത്തേക്ക് കാലുകുത്തി പ്രവേശിക്കുന്നത് ഏതാണ്ട് 75 കൊല്ലം മുമ്പ്. അന്നിത് NSSൻ്റെ വകയായിരിക്കുന്ന ഒരു മിഡിൽ സ്കൂൾ, പ്രൈമറി സ്കൂളായിരുന്നു. പിന്നീടത് സർക്കാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്ന് ഇന്നത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ വിദ്യാലയമാണ്. യൂണിഫോമൊക്കെ പിള്ളേർക്കുണ്ട്. ഞാനൊക്കെ ഉള്ളപ്പോൾ ഒരു കൊണകവും ഒരു മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഓടിച്ചാടി നടന്ന് പഠിക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴേ വളരെയധികം മാറിയിട്ട് ബാഹ്യമായിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം അഭിവൃദ്ധിയുണ്ട്. അങ്ങനെ നല്ലൊരു വിദ്യാലയമായി ഇത് വളർന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സ്മരണയിൽ എൻ്റെ സാഹിത്യ ജീവിതത്തിന് ആരംഭം കുറിച്ച ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷത്തിനും അഭിമാനത്തിനും കണക്കില്ല. ആരിത്? ഗോവിന്ദനോ? ഇത് മഹാഭാഗ്യമാണല്ലോ ഗോവിന്ദ. നമ്മൾ ഒന്നിച്ചിവിടെ നമ്മൾ ഒന്നിച്ച് പഠിച്ചല്ലേ ഇവിടെ എത്ര കൊല്ലം? 4 കൊല്ലം. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ബെഞ്ച് ഒടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളെ ജയിച്ച് 4 കൊല്ലം ഒന്നിച്ച് ഉള്ളത്. ഗോവിന്ദനിവിടെ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സഹപാഠിയെ, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, 4 കൊല്ലം എൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച ഒരാൾ ഗോവിന്ദനെ കിട്ടിയതിൽ എനിക്ക് ഇവിടെ വെച്ച് കാണാനിടയായതിൽ എനിക്ക് ഏതാണ്ട് 2ാമത്തെ സന്തോഷമാണ്. ഈ വിദ്യാലയത്തിൽ വന്നതിന് കഴിഞ്ഞാൽ പിന്നത്തെ സന്തോഷം ഗോവിന്ദനെ കണ്ടതാണ് കേട്ടോ. ചെമ്മനത്തേൽ യോഹനാൻ കത്തനാരുടെയും സാറായുടെയും 7 മക്കളിൽ 5ാമത്തെ ആളും 6ാമത്തെ ആളുമാണ് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. 1ാമത്തെ ജ്യേഷ്ഠനും വലിയേട്ടൻ, കൊച്ചേട്ടൻ, അച്ഛൻ ചേട്ടൻ ഇവർ 3 പേരും നിര്യാതരായി. അടുത്ത പെങ്ങൾ, 4ാമത്തെ വലിയ പെങ്ങൾ കോഴിപ്പള്ളി എന്ന പ്രദേശത്ത് രോഗാതുരയായി കഴിയുകയാണിപ്പോൾ. കൊച്ചുപെങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുന്നപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുത്തൂർ മോളോങ്കാലായിൽ വിവാഹം ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ആ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്. കൊച്ചുപെങ്ങൾക്കും എനിക്കും തമ്മിൽ ഏതാണ്ട് 3 വയസ്സ് വ്യത്യാസമാണുള്ളതെന്നാണ് പറയുന്നത്. എന്നെയെല്ലാം ഭയങ്കരമായിട്ട് ബുക്കി ചുമന്ന് വളർത്തി നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് കൊച്ചുപെങ്ങളൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. ഏതായാലും എനിക്ക് ഇതിൻ്റെ ഓർമ്മയില്ല. ഏതായാലും അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പാടുപെട്ടിട്ടുള്ള വലിയപ്പങ്ങളും കൊച്ചുപെങ്ങളും അവർ 2 പേരും ഇപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു അനിയനുമുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊച്ചുപെങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഓർക്കാനുണ്ട്. കൊച്ചുപെങ്ങളുടെ കൂടെ അവർമ സ്കൂളിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോയതാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് കൊച്ചുപെങ്ങൾ തന്നെ പറയും.
ഞാൻ പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഓടിപ്പോരും എൻ്റെ കൂടെ. അപ്പോൾ അന്ന് നിലത്തെഴുത്ത് പഠിക്കാൻ പോകണമെന്നൊരിടപാടുണ്ട്. അതൊന്നും പോയില്ല. സ്കൂളിൽ പോയി എൻ്റെ കൂടെ പോന്ന് 1-ാം ക്ലാസ്സിലിരുന്ന് കുറുമടത്ത് നാരായണ സാറെന്ന് പറഞ്ഞ സാറാണ് ഇവർ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് നിലത്തേത് പഠിക്കേണ്ട കാര്യം വന്നില്ല. കൊച്ചുങ്ങളുടെ കൂടെ ചെന്നപ്പോഴത്തേക്കും സാറന്മാരെ ഞങ്ങൾ വിളിച്ച് ക്ലാസ്സിൽ ഇരുത്തി. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞ് എന്നെ 2-ാം ക്ലാസ്സിൽ ഇരുത്താം, അത്രയ്ക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു അങ്ങനെ വേണ്ട, അവൻ 1-ാം ക്ലാസ് പോലെ തന്നെ പഠിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് 1 കൊല്ലം കൂടെ എന്നെ 1-ാം ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും ഇളയ സഹോദരനാണ്. ഇവനെ ഞങ്ങൾ ഓനച്ചെന്ന് വിളിക്കും. CJ ജോൺ ചെമ്മനം എന്നാണ് അവൻ്റെ പേര്. അവന് 2 മക്കളാണ് ഉള്ളത്. അതിൽ 3 മക്കളാണ് ഉള്ളത്. അതിൽ 2 ആൺമക്കളും 1 മകളും. ആ മകള് പിന്നെ നോർത്ത് ഇന്ത്യയിൽ ജോലിയാണ്. ഇപ്പോൾ ഇളയ മകൻ ജോർജൻ, ഇവന് ഇതിൻ്റെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ബിസിനസ്സാണ്. അവൻ്റെ ഭാര്യ ലിസി, അവൻ്റെ ഭാര്യ ലിസി. ഇവർ രണ്ടുപേരും അപ്പോൾ ഇവിടെ വീട്ടിലുള്ളത്. മൂത്ത മകൻ ബിഷപ്പ് മൂർ കോളേജിലെ മലയാളത്തിൻ്റെ പ്രൊഫസറാണ്.